രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിരാജിക്കുന്ന സ്വന്തം ഗുരുനാഥൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങൾ എന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡത്തിൽ കൂടിയുള്ള നമ്മുടെ പ്രയാണം ഇന്നും തുടരുന്നു. സമുദ്രം ലംഘനം ചെയ്ത് സീതാദേവിയെ നേരിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ലങ്കാപുരിയിൽ പ്രവേശിച്ച ആഞ്ജനേയ മഹാപ്രഭു അശോകവനത്തിൽ ശിംശഭാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് രാമനെ പിരിഞ്ഞതിനാൽ അതീവ ദുഃഖിതയായിട്ട് ഇരിക്കുന്ന ദേവിയെ നേരിട്ട് കണ്ടു. ആദ്യമായിട്ട് ദേവിയെ കാണുകയാണ്. ദേവി തന്നെയാണ് ശിംശഭയ്ക്ക് ചുവട്ടിലിരിക്കുന്നത് എന്ന് ആഞ്ജനേയന് ബോധ്യമായി കഴിഞ്ഞു. ആഞ്ജനേയൻ ദേവിയുടെ സമീപത്ത് എത്തിച്ചേരുന്നതും ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ സന്ദേശം ദേവിക്ക് കൈമാറുന്നതും ദേവിക്ക് വിശ്വാസം വരുന്നതിന് വേണ്ടിയിട്ട് അടയാളവാക്യവും മുദ്രമോതിരവും ദേവിക്ക് സമർപ്പിക്കുന്നതും അതിനുശേഷം ദേവിയുടെ മറുപടി ശ്രവിച്ചും ദേവി കൊടുത്ത ചൂടാരത്നം ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് വിശ്വാസം വരുന്നതിന് വേണ്ടി ദേവിയുടെ കയ്യിൽ നിന്നിട്ട് സദയം ഭക്തിപൂർവം സ്വീകരിച്ചും ദേവി പറഞ്ഞു കേൾപ്പിച്ചതായ കാകവൃത്താന്തം അടയാളവാക്യം അത് കേട്ടും ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ദേവിയോട് അനുവാദം വാങ്ങി എത്രയും വേഗം ശ്രീരാമചന്ദ്ര മഹാപ്രഭു വാനരപ്പടയോടൊപ്പം ലങ്കയിൽ വന്ന് രാവണനെ സംഹരിച്ച് ദേവിയെ അയോധ്യയിലേക്ക് മടക്കിക്കൊണ്ടുപോകും എന്നും ദേവിയോട് പറഞ്ഞ് ദേവിക്ക് ധൈര്യം പകർന്ന് ആഞ്ജനേയൻ ദേവിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ദേവിയുടെ മുന്നിൽ നിന്ന് പുറപ്പെടുന്നത് നാം കണ്ടു. അതിനുശേഷം ആഞ്ജനേയൻ അല്പം അകലെ ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ ചെന്നിരുന്ന് ചിന്തിച്ചു, ഇനി എന്താണ് വേണ്ടത്? തന്നെ ഏൽപ്പിച്ച ജോലി താനിതാ പൂർണ്ണമാക്കി കഴിഞ്ഞിരിക്കുന്നു, വിജയകരമാക്കി കഴിഞ്ഞിരിക്കുന്നു. രാമദൂതൻ ലങ്കയിൽ വന്നത് ആരും അറിഞ്ഞില്ല. ആകെ അറിഞ്ഞത് ലങ്കാലക്ഷ്മി മാത്രം. പക്ഷേ ആ ലങ്കാലക്ഷ്മി ലങ്കയെ ഉപേക്ഷിച്ച് കടന്നു പോവുകയും ചെയ്തു. രാമദൂതന് എല്ലാ അനുഗ്രഹങ്ങളും നൽകി എല്ലാ പ്രാർത്ഥനകളും രാമദൂതന്റെ വിജയത്തിന് സമർപ്പിച്ച ലങ്കാലക്ഷ്മി അവിടെ നിന്ന് കടന്നുപോയി.
ലങ്കാലക്ഷ്മി പോകുന്നതോടുകൂടി ലങ്കയ്ക്ക് വലുതായ നഷ്ടമാണുണ്ടായത്. ലങ്കയിൽ ആരും അറിഞ്ഞിട്ടില്ല രാമദൂതൻ അവിടെ വന്ന കാര്യം, ദേവിയെ കണ്ട കാര്യം, രാമസന്ദേശം അറിയിച്ച കാര്യം, പ്രതിസന്ദേശം കൈക്കൊണ്ട കാര്യം ആരും അറിഞ്ഞില്ല. അപ്പോൾ എല്ലാം വിജയകരമായി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്തു വേണം? ആഞ്ജനേയൻ ചിന്തിച്ചു. ഇവിടെയാണ് അതിസമർത്ഥനായിരിക്കുന്ന ദൂതനെ നാം കാണുന്നത്. പരപുരിയിൽ ഒരു നൃപതി കാര്യാർത്ഥമായി അതിപാഠവുമുള്ളൊരു ദൂതം നിയോഗിക്കൽ. ശത്രുവിൻ്റെ രാജ്യത്തിലേക്ക്, ശത്രുവിൻ്റെ പട്ടണത്തിലേക്ക്, തലസ്ഥാനത്തിലേക്ക് ഒരു രാജാവ് സമർത്ഥനായ ഒരു ദൂതനെ വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം നൽകി കർത്തവ്യം ഏൽപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു കുറവും വരാതെ, യാതൊരു പ്രതിചലനങ്ങളും ഉണ്ടാക്കാതെ അതെല്ലാം ഭംഗിയായി നടപ്പിലാക്കിയതിന് ശേഷം പിന്നെ ആ ദൂതൻ ഒരു കാര്യം കൂടി ചെയ്യണം. എന്താണ്? നിജഹൃദയ ചതുരതയോട് അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവൻ ഉത്തമൻ. തൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ട് തൻ്റെ സ്വാമിക്ക് ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കാര്യം കൂടുതൽ ഭംഗിയായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആ സാഹചര്യങ്ങളെല്ലാം വച്ച് ചിന്തിച്ച് കണ്ടെത്തിയിട്ട് അതും കൂടി നടപ്പിലാക്കിയിട്ട് പോകുന്നവനാണ് ഉത്തമനായിരിക്കുന്ന ദൂതൻ. അതാണ് ഈ ദൂതന്റെ പ്രത്യേകത, ആഞ്ജനേയൻ എന്നുള്ള ദൂതന്റെ സവിശേഷത. അപ്പോ അതിന് ഇനി എന്താ വേണ്ടത്? അദ്ദേഹം ചിന്തിച്ചു, താൻ ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ വൈഭവം ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ വേണ്ടി അതിന് മുഹുരഹം അഖില നിശിചരകുലേശനെ അൻപോട് കണ്ട് പറഞ്ഞു പോയിടണം. ഈ ലോകത്തിന് മുഴുവൻ അധിപതിയെന്ന് സ്വയം അഹങ്കരിച്ചിരിക്കുന്ന സകല നിശിചരന്മാർക്കും ഞാൻ അധിപതിയാണ് എന്നും നിശ്ചയിച്ചിരിക്കുന്ന എന്നും പ്രഖ്യാപിച്ച് നടക്കുന്ന, യഥാർത്ഥത്തിൽ ഒന്നുമല്ല എങ്കിലും അങ്ങനെ അഹങ്കരിച്ച് നടക്കുന്ന ആ രാവണനെ നേരിട്ട് കണ്ട് രാവണനോട് പറയേണ്ട കാര്യം മുഴുവൻ പറഞ്ഞിട്ട് പോകണം. അതാ വേണ്ടത്. രാവണനെ എങ്ങനെ കാണാൻ പറ്റും? അദ്ദേഹം ലങ്കയുടെ അധിപതിയാണ്, കാലനെ പോലും ജയിച്ചയാളെന്ന് അഹങ്കരിക്കുന്നയാളാണ്. അപ്പോഴേക്കും ഒരു സാധാരണന്, അപരിചിതന് വിശേഷിച്ചും രാവണന്റെ മുന്നിൽ ചെല്ലാനോ രാവണനോട് സംസാരിക്കാനോ ഒന്നും അവസരം കിട്ടില്ല. അപ്പോൾ എന്തു വേണം? അതിന് അവസരം ഉണ്ടാക്കണം. തൻ്റെ കരുത്ത് കൊണ്ട് അവസരം ഉണ്ടാക്കണം. തൻ്റെ രാമഭക്തി കൊണ്ട് അവസരം ഉണ്ടാക്കണം. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം തൻ്റെ പ്രയത്നത്തെ വിജയിപ്പിക്കും. ആഞ്ജനേയൻ ചിന്തിച്ചു. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഉദ്യാനം രാവണന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ദേവലോകത്തിൽ നിന്നിട്ട് വൃക്ഷങ്ങളെ, ദേവവൃക്ഷങ്ങളെ ഇങ്ങും കൊണ്ടുവന്നിരിക്കുകയാണ്. ദേവലോകത്തെക്കാളും സുന്ദരവും അതേപോലെ തന്നെ സമൃദ്ധവുമായി തീരണം തൻ്റെ ലങ്ക. അതിനുവേണ്ടിയിട്ട് ദേവലോകം കീഴ്പ്പെടുത്തിയ അവസരത്തിൽ കൽപ്പവൃക്ഷങ്ങളെല്ലാം ഇങ്ങ് കൊണ്ടുപോന്നിട്ടുണ്ട്. അവയെല്ലാം ഭംഗിയായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. രാവണന്റെ ആജ്ഞ ഭയന്നിട്ട് പ്രകൃതി അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഭംഗിയായിട്ട് സംരക്ഷിക്കപ്പെട്ടു വരുന്ന ആ ഉദ്യാനത്തെ തകർക്കണം. തകർത്താൽ രാവണനത് ഭയങ്കരമായ കോപത്തെ ഉളവാക്കും. അപ്പോൾ നേരിട്ട് തനിക്ക് രാവണനെ കാണുവാനുള്ളതായ സന്ദർഭം ഒരുങ്ങുകയും ചെയ്യും. ആരാമമൊക്കെ തകർത്തു തുടങ്ങിനാൻ ആ ഉദ്യാനത്തെ അങ്ങോട്ട് തകർക്കാനായി തുടങ്ങി. അപ്പോൾ ഉദ്യാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബലശാലികളായിട്ടുള്ള രാക്ഷസന്മാരെയെല്ലാം രാവണൻ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാം ഓടി വന്നു. ഓടി വന്നിട്ട് നോക്കുമ്പോഴേക്കും ഒരു വാനരൻ, ഭീമാകാരനാണ്. അവൻ മരങ്ങളെല്ലാം വലിച്ചൊടിച്ച് തകർത്ത് ദൂരേക്കെറിയാണ്. മരങ്ങളെ പിഴുതും എറിയുന്നു, എല്ലാം തകർക്കുന്നു. അവർ ഓടി വന്ന് എതിർത്തു.
എതിർത്തപ്പോഴാണ് സാധാരണ വാനരൻ അല്ല, അതിനപ്പുറം വളരെയേറെ കരുത്തുറ്റ അസാമാന്യ ധീരനായിട്ടുള്ള യുദ്ധനിപുണനായിട്ടുള്ളൊരു മർക്കടനാണ് എന്നവർക്ക് മനസ്സിലായി. ആ ഉദ്യാനരക്ഷികൾ ആഞ്ജനേയനോട് ഏറ്റുമുട്ടി മരിച്ചുപോയി. അതിൽ ആരോ ചിലരൊക്കെ കുറെ ക്ഷതങ്ങളെല്ലാം സഹിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിച്ചെന്ന് രാവണനോട് പറഞ്ഞു. എവിടെ നിന്നറിയില്ല, ഒരു ഭീകരനായ വാനരൻ വന്ന് ഉദ്യാനമൊക്കെ തകർക്കുന്നു, ഉദ്യാന രക്ഷികളെ എല്ലാം കൊന്നു. രാവണൻ ഉടനെ തന്നെ 100,000 രാക്ഷസ വീരന്മാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോകാശു, നിങ്ങൾ ഉടനെ തന്നെ പുറപ്പെടുക, ഉദ്യാനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ആ വാനരനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും കൈക്കൊണ്ടു വേണം പോകാൻ. എന്തുകൊണ്ടെന്നാൽ അവൻ നിസ്സാരനല്ല. ഉടനെ തന്നെ ആ രാക്ഷസന്മാർ അഹങ്കാരത്തോടു കൂടിയിട്ട് ദേവലോകത്തിൽ രാവണനോടൊപ്പം നിന്ന് ദേവന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് ആ യുദ്ധങ്ങളൊക്കെ ജയിച്ച ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇത് കേൾക്കുമ്പോഴേക്കും അവർക്ക് സഹിക്കില്ല, ഇതൊക്കെ നിസ്സാരം. അവര് ആർത്തു വിളിച്ച് കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് ആഞ്ജനേയൻ ഇത് കണ്ട് ഭയന്നോടണം ആ കണക്കിന് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്നു. ആഞ്ജനേയനെ വളഞ്ഞു യുദ്ധം ചെയ്തു. പക്ഷേ എല്ലാവരോടും ആഞ്ജനേയൻ എതിർത്തുനിന്നു. നിമിഷം മാത്രം കൊണ്ട് എല്ലാവരെയും കൊന്ന് ഭൂമിയിലേക്ക് തള്ളി. ഈ വൃത്താന്തം രാവണനോട് അറിയിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഏതാനും ആളുകൾ. അത് കേട്ടപ്പോഴേക്കും രാവണന് ബോധ്യമായി ഇത് സാധാരണക്കാരനല്ല എന്ന്. ഉടനെ തന്നെ 5 സേനാധിപന്മാരെ ഇങ്ങ് വിളിച്ചു. സർവസന്നാഹങ്ങളോടും കൂടി, വലിയ സൈന്യത്തോടും കൂടി നിങ്ങൾ 5 പേരും ചെന്ന് ആ കുരങ്ങനെ പിടിച്ച് കെട്ടി അല്ലെങ്കിൽ സംഹരിച്ച് ജയിച്ചു വരിക. അവരങ്ങോട്ട് ചെന്നു. അവരും കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും മന്ത്രിപുത്രന്മാരെ വിളിച്ചു, അവരെ അയച്ചു വലിയ സൈന്യത്തോടൊപ്പം. അവരും ആഞ്ജനേയനോട് ഏറ്റുമുട്ടി തിരിച്ചു വന്നില്ല. എന്നാൽ ഞാൻ തന്നെ പുറപ്പെടുന്നുണ്ട് എന്ന് തീരുമാനിച്ച് രാവണൻ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അപ്പോൾ രാവണന്റെ പുത്രന്മാരിൽ ഏറ്റവും ഇളയവനായ അക്ഷകുമാരൻ വന്ന് രാവണനോട് പറഞ്ഞു, ഞാനിരിക്കുമ്പോഴേക്കും അങ്ങ് എന്തിനാണ് യുദ്ധത്തിന് പുറപ്പെടുന്നത്? ഇതൊരു വാനരന്റെ കാര്യമല്ലേ? അങ്ങ് വാനരനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ക്ഷീണമാണ്. ഞാൻ ഉടനെ തന്നെ ചെന്ന് അവനെ സംഹരിക്കുകയോ ജീവനോടുകൂടി ബന്ധിച്ചു കൊണ്ടുവരികയോ ഏതാ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ആ വിദ്വാൻ പുറപ്പെട്ടു. സർവ ആയുധ സന്നാഹങ്ങളോടുകൂടി വലിയ സൈന്യത്തോടുകൂടി സൈന്യത്തെ മുഴുവൻ ആഞ്ജനേയനെ അടിച്ചു തകർത്തു. ആ അവസരത്തിൽ അക്ഷകുമാരൻ അമ്പുകൾ കൊണ്ട് ആഞ്ജനേയനെ മൂടാൻ ശ്രമിക്കുകയാണ്. അതിനെ മുഴുവൻ തട്ടി ദൂരെ എറിഞ്ഞിട്ട് ആഞ്ജനേയൻ മുള്ള് പതിച്ചതായ ഉലക്കയെടുത്ത്, ഇരുമ്പ് മുള്ളുകളാണ് ആ ഇരുമ്പുലക്കയിൽ പതിച്ചു വെച്ചിരിക്കുന്നത്, മുദ്ഗരം, അതെടുത്തിട്ട് അക്ഷകുമാരന്റെ മണ്ടയ്ക്ക് നല്ലൊരു പ്രഹരം വെച്ചു കൊടുത്തു. അക്ഷകുമാരന്റെ കഥയും കഴിഞ്ഞു. ലങ്കാധിപന്റെ പുത്രനെ സംഹരിച്ചിരിക്കുന്നു. ഇതിലും വലിയ ഒരു ഭയങ്കരമായ രോഷകാരണം വേറെ ഏതാ രാവണന് ഉണ്ടാകാനുള്ളത്? രാവണൻ ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഭയങ്കരമായ രോഷത്തോടുകൂടി യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഉടൻ ഇന്ദ്രജിത്ത് ഓടി വന്നു. അച്ഛനോട് ചോദിച്ചു, എന്തിനാ ഈ പുറപ്പാട് എന്ന്. രാവണൻ പറഞ്ഞു, നിന്റെ ഇളയ അനുജൻ അക്ഷകുമാരനെ ആ വാനരൻ സംഹരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവനോട് യുദ്ധം ചെയ്യാൻ പോവാണ്. അവനെ ഞാൻ യുദ്ധത്തിൽ സംഹരിക്കും. എന്നിട്ടാണ് തൊൽക്കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. നിന്റെ ഇളയ അനുജനുള്ളതായ ഉദകക്രിയകളെല്ലാം, മരണാനന്തര ക്രിയകളെല്ലാം ഞാൻ ചെയ്യുക. ആദ്യം അവനെ സംഹരിക്കും. ഇത് കേട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞു, അങ്ങ് യുദ്ധത്തിന് പോകേണ്ട കാര്യമില്ല, ഞാനുണ്ടല്ലോ ഇവിടെ. ഞാൻ ഉടനെ പുറപ്പെടാം. ആ വാനരനെ ഞാൻ ബന്ധിച്ചു കൊണ്ടുവരാം. വേണ്ടി വന്നാൽ ബ്രഹ്മാസ്ത്രം വരെ ഞാൻ പ്രയോഗിക്കും. അവൻ നിസ്സാരനല്ല എന്ന് ഇതുവരെ ചെയ്ത കർത്തവ്യങ്ങളിൽ നിന്നിട്ട്
ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് ഒരിക്കലും പുറപ്പെടേണ്ട യുദ്ധത്തിന് എന്ന് പറഞ്ഞ് രാവണനെ തടഞ്ഞ് ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ബന്ധിച്ച് ദേവലോകത്ത് നിന്ന് ഇങ്ങ് കാരാഗ്രഹത്തിൽ, ലങ്കയിലെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിട്ട ആ ഒരു വീരതയുടെ ഉടമയായിരിക്കുന്ന ഇന്ദ്രജിത്ത് സസൈന്യം പുറപ്പെട്ടു. ആഞ്ജനേയനോട് ഏറ്റുമുട്ടിയപ്പോഴാണ് ഇന്ദ്രജിത്ത് തിരിച്ചറിയുന്നത് വിചാരിക്കുന്ന പ്രകാരത്തിലൊന്നുമല്ല ഈ വാനരൻ എന്ന്. ഇന്ദ്രജിത്തിന്റെ സൈന്യം മുഴുവൻ തകർന്നുപോയി. നിവൃത്തിയില്ലാതെ ഇന്ദ്രജിത്ത് തൻ്റെ മായ കൊണ്ട് മറഞ്ഞു നിന്നുകൊണ്ട് ബ്രഹ്മാസ്ത്രത്തെ ആഞ്ജനേയന്റെ നേരെ പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രം ആഞ്ജനേയൻ ഏറ്റു. ഒരു നിമിഷം, അടുത്ത നിമിഷത്തിൽ ആഞ്ജനേയൻ ആ ബ്രഹ്മാസ്ത്രത്തിന്റെ തീക്ഷ്ണമായ ശക്തിയിൽ നിന്ന് വിമുക്തനായി തീർന്നു. ദിവ്യാസ്ത്രങ്ങളൊന്നും ആഞ്ജനേയനെ തളർത്തില്ല. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള സർവ്വദേവന്മാരും ആഞ്ജനേയൻ ആ പ്രകാരത്തിലുള്ള അനുഗ്രഹം കൊടുത്തിട്ടുണ്ടല്ലോ. അന്ന് സൂര്യനെ പഴമെന്ന് കരുതി തിന്നാനായിട്ട് ആഞ്ജനേയൻ ചാടിയ ആ സന്ദർഭത്തിൽ. അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം ആഞ്ജനേയനെ ഒന്നും ചെയ്തില്ല. ഒരു നിമിഷം ഒരു ആലസ്യം, അടുത്ത നിമിഷത്തിൽ അത് കഴിഞ്ഞു, ഉണർന്നു. ആഞ്ജനേയൻ വിചാരിച്ചു, ഇതാണ് നല്ല അവസരം. താൻ ബദ്ധനെ പോലെ അങ്ങനെ കിടന്നുകൊടുക്കുക. തന്നെ എടുത്തുകൊണ്ട് ഇന്ദ്രജിത്ത് രാവണന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കും കേസ് വിചാരണ ചെയ്യാൻ. അപ്പോൾ രാവണനെ നേരിട്ട് കണ്ട് താൻ വിചാരിച്ച കാര്യം രാവണനോട് സംസാരിച്ചിട്ട് പോകാൻ കഴിയും.